ആദം നബി അലൈഹിസ്സലാമിന്റെ സ്മരണ. ആദം നബി അലൈഹിസ്സലാം അന്നാണ് ജനിച്ചത്. അതാ ഈ ചങ്ങായി ഏതെങ്കിലും കുട്ടികളെ പഠിപ്പിക്കണ്ടിച്ചങ്ങളെ കുട്ടികളെ അവിടുന്ന് മാറ്റിക്കോളിട്ടോ. ഉള്ള കാര്യ പറഞ്ഞത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതല്ല പൊട്ടാ. തലയിൽ കെട്ടിന്ന് പറഞ്ഞിട്ടൊന്നും ബഹുമാനം കിട്ടൂല കേട്ടോ. വെള്ളിയും വെള്ളി ഇട്ടെന്ന് പറഞ്ഞിട്ടൊന്നും ബഹുമാനം കിട്ടൂല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബീവിയുടെയും ഒക്കെ ആണ്ടിന്റെ സ്മരണ പുതുക്കലാണല്ലോ എല്ലാ വർഷവും ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. ആണ് സഹോദരന്മാരെ, ഈ തലയെക്കെട്ട താലികെട്ട് അയച്ചിട്ട് അതിനെ തൊള്ളി തിരികണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിന്റെ ആണ്ടാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ആഴ്ചക്ക് രോഗം മാറ്റിക്കൊണ്ട വീരാനൗലിയ എന്ന് പോലെ ഇതുപോലെ ഒരു മനുഷ്യൻ അള്ളഹാനോട് ചോദിക്കേണ്ട എന്തൊക്കെ രോഗം മാറ്റേണ്ട ചെങ്ങായിമാരെ. ജനിച്ച അന്ന് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിലും ആദർശത്തിലും നിൽക്കുന്നത്. അല്ലാഹു അല്ലാത്ത ഒരാളെ നേരെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല. അള്ളാഹു അല്ലാത്ത ഒരാളുടെ നേരെ ഇന്ന് വരെ അയാൾ സഹായം ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല മൗലവിയുടെ സ്വന്തം ഉമ്മയോട് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്നിതുവരെ ചോദിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? ഒരു ഡോക്ടറുടെ അരികിൽ പോയിട്ട് ഒരു ചികിത്സയും ഇതുവരെ തേടിയിട്ടില്ല എന്നതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭയങ്കരം തന്നെ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ മൊയ്ലിയാര് അൻസാർ നന്മണ്ട എന്ന് പറയുന്ന തായിയുടെ ഒരു പ്രഭാഷണത്തിൻ്റെ, അത് വലിയൊരു പ്രഭാഷണമാണ്, 1 മണിക്കൂറും 54 മിനിറ്റും നീണ്ടു നിൽക്കുന്നതായിരിക്കുമുള്ള ഒരു വലിയ പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് എന്നിട്ട് കുറേ വിവരക്കേട് ഇങ്ങനെ പറയാണ്. ആ തലയിലത്തെ കേട്ട് കണ്ടപ്പോൾ മനസ്സിലായി അന്തം കുന്തം അല്ലാത്ത മന്ദബുദ്ധിയാണെന്നുള്ളത്. കാര്യം അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ അങ്ങനെ മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞത് അഭൗതികമായ നിലയ്ക്ക് അള്ളാഹുവോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, അങ്ങനെ പറയുമ്പോൾ പല ഉദാഹരണങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ 1-2 ഉദാഹരണങ്ങൾ മാത്രം പെട്ടെന്നൊന്ന് കണ്ടിട്ടുണ്ട്. പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. അതിലേറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളസിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായ. നേരെ ഞാൻ മടവൂർ പോകും. എന്നിട്ട് എന്ത് ചെയ്യും? എനിക്ക് ഇത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടണം, നമ്മൾ വിചാരിച്ച മുറാദ് ഹാസിലാവണം, അല്ലെങ്കിൽ ആ വിഷമങ്ങൾ മാറണം, അല്ലെങ്കിൽ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരുമില്ല. അതെന്താ? ആ ഒരു മഹബത്തോണ്ടാണ്. വിഷമാണത്. സ്നേഹവും വിഷമൊക്കെ കൂടി കലരുമ്പോൾ പറയുന്നതാ അല്ലേ? നമ്മൾ പറയില്ലേ, ഞാൻ നിങ്ങൾക്ക് എന്നും യാസീൻ ഓതണല്ലേ, എന്നും ഫാത്തിഹ ഓതണല്ലേ, സ്വലാത്തിൽ നിന്ന് ദിക്ർ ചൊല്ലുന്നത് അവസരം മുടങ്ങാതെ ചെല്ലുന്നു. അതുകൊണ്ട് എന്നെ കൊടുക്കരുത് കേട്ടോ, എന്നെ വലക്കരുത് കേട്ടോ എന്ന് പറയും അല്ലേ? ഈ മജ്‌ലിസ് ഏറ്റെടുക്കണേ തങ്ങളെ, സ്വീകരിക്കണേ തങ്ങളെ, ഖബൂൽ ചെയ്യണേ തങ്ങളെ, ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ തങ്ങളെ, തങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ. മനസ്സുകൾ റബ്ബയിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് തകർന്ന് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെയാ. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല പറയണമെന്നില്ല. അല്ലെങ്കിലും മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോ ഒരുപാട് വലിയ ശബ്ദത്തിൽ ദുആ ചെയ്യണമെന്നില്ല. മുറിയാത്ത അക്ഷരങ്ങളുടെ വാചക കൗസർത്ത് കൊണ്ട് ദുആ ചെയ്യണമെന്നില്ല. ഒരീബായ വാക്കുകൾ കൊണ്ടുവന്ന് ദുആ ചെയ്യണമെന്നില്ല. വടിവത്ത വാക്കുകളിൽ പറയണമെന്നില്ല. ചാരത്ത് ചേർന്നെന്ന് യാ വലിയല്ലാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന കാര്യവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്, പരിഹാരം തരണമെന്ന്. എങ്ങനെയാണോ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചാരത്ത് ചെന്നതെന്നാൽ പറയുക, അതുപോലെ പറയാനാവണം. ഹൃദയം തുറന്ന് ഏത് സമയത്തും മഹാനായ ശൈഖുനെ വിളിക്കാം, നമ്മളെ പ്രയാസങ്ങൾ പറയാം, നമ്മളെ പ്രതിസന്ധികൾ പറയാം. കണ്ടില്ലേ നിങ്ങൾ, കൊറോണ സമയത്ത് പോലും മടവൂര് മക്കാമിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ട് പോലും ആ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് എത്രയോ ആളുകളാ വന്നിട്ടുള്ളത്. കാരണം എന്താ? അവിടെ വരുന്നവർക്കൊക്കെ കുളിച്ച് ആ മഖാമിലേക്ക് നോക്കിയിട്ട് എന്റെ ഉമ്മായെ ഒന്ന് നോക്കണം, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂരാ, എന്റെ ഉപ്പാക്ക് സുഖമില്ല, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂരാ എന്ന് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്ന മഹാനാണ് വല്യാപ്പ എന്ന അർത്ഥശങ്കക്കിടമില്ലാതെ സഗൗരവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ വർഷവും ഇത് ഓർമ്മപ്പെടുത്തുന്നത് ചില ആളുകൾക്ക് തോന്നും, നമ്മൾ ഇവിടത്തുകാരല്ലേ, നമുക്ക് വരവൂര് സ്വന്തമല്ലേ, നമ്മുടെ ചാപ്പാടല്ലേ, നമ്മുടെ വല്യാപ്പല്ലേ, നമ്മുടെ കൊച്ചാപ്പല്ലേ. അപ്പൊ അത് പറയുമ്പോ ശ്രദ്ധിക്കണം. ഒന്നും നമുക്ക് സ്വന്തമല്ല. വല്യാപ്പ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അവസാനിച്ചു. മക്കാം ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ സംഭവമാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട.
വല്യാപ്പ് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഇടപെടണേ യാ റസൂലല്ലാഹ്. ഞങ്ങൾക്ക് ഇജാബത്ത് വാങ്ങി തരണേ യാ ഹബീബല്ലാഹ്. ഞങ്ങളെ ഖൽബൊന്ന് നന്നാകണം യാ റസൂലല്ലാഹ്. ഞങ്ങളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാകണം യാ ഹബീബല്ലാഹ്. വീടില്ലാത്ത ആളുകളാണ് യാ റസൂലല്ലാഹ്. അവർക്ക് വീട് വേണം യാ ഹബീബല്ലാഹ്. അല്ലാഹുവിനോട് പറഞ്ഞ് വാങ്ങി കൊടുക്കണേ യാ റസൂലല്ലാഹ്. ഒന്ന് സഹായിക്കണേ യാ ഹബീബല്ലാഹ്. ഞങ്ങളെ കാര്യത്തിൽ ഒന്ന് ഇടപെടണേ യാ റസൂലല്ലാഹ്. ഞങ്ങളിലേക്ക് ഒന്ന് ഹാദിറാകണേ യാ ഹബീബല്ലാഹ്. നേർക്ക് നേരെ ദുനിയാവിൽ വെച്ചൊന്ന് കാണണം യാ റസൂലല്ലാഹ്. അല്ലെങ്കിൽ സ്വപ്നത്തിലെങ്കിലും ഒന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ യാ ഹബീബല്ലാഹ്. ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളെ മയ്യിത്തിനടുക്കിലേക്ക് വരണേ യാ റസൂലല്ലാഹ്. ഞങ്ങളെ മയ്യിത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം വേണം യാ ഹബീബല്ലാഹ്. ഞങ്ങൾ രക്ഷപ്പെടാനാണ് യാ റസൂലല്ലാഹ്. ഒന്നുമില്ലാത്ത പാപികളായി പോയല്ലോ യാ ഹബീബല്ലാഹ്. തെറ്റുകൾ കുറ്റങ്ങൾ വല്ലാതെ വന്നുപോയി യാ റസൂലല്ലാഹ്. മഹാനരായ സിഎം ഉപ്പാപ്പ അവിടുത്തെ ഹദറത്തിൽ വന്നു ഉപ്പാപ്പയോട് പറഞ്ഞു, ശൈഖേ തങ്ങളെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, ദുആ ചെയ്യാൻ അറിയില്ല, അവസാനം എനിക്കറിയാവുന്നത് പോലെ ഞാൻ അവിടുത്തെ ഹദറത്തിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ദുആ ചെയ്തു. ഞങ്ങളെ ശൈഖോരെ നോക്കണം ഞങ്ങളെ മടവൂരെ, ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. മഹാനായ ശൈഖുനാന്റെ ഇവിടൊക്കെ നമ്മളിപ്പോ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യുന്നു, അറിവിൽ രാവിലെ വെച്ച് നമ്മൾ ദുആ ചെയ്യുന്നു. ഇങ്ങനെ പല മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്യുന്നു ശൈഖുനാനെ വിളിച്ചുകൊണ്ട്. ഇങ്ങനെ പല മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്യുന്നു ശൈഖുനാനെ വിളിച്ചുകൊണ്ട്. അതാരാണ്? ശൈഖുനാന്റെ കറാമത്താണ്, ശൈഖുനാന്റെ പവറാണ്. അതിന് നമ്മൾ ഫലം കാണുന്നുവെങ്കിൽ, നമ്മൾ ആ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുവെങ്കിൽ അതൊക്കെ ശൈഖുനാന്റെ പവർ തന്നെയാണ്, അവിടുത്തെ കറാമത്ത് തന്നെയാണ്. ചെയ്ത വിജയം ഞങ്ങൾക്ക് നൽകണേ യാ റസൂൽ. ഈ അക്രമത്തിന്, ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ്. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്. ഇനിയും പാപമാലേ നടക്കുകയില്ല, ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്. ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്. ഇനി ഞാൻ ചെയ്യുകയില്ല യാ ഹബീബല്ലാഹ്. ഇവിടെ പ്രവാചകനോട്, അതുപോലെ മുഹീദ്ദീൻ ഷെയ്ഖിനോട്, അതുപോലെ CM മടവൂരിനോടടക്കം ഇത് മാനസിക രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ആ മാനസിക രോഗത്തിലൂടെ മരിച്ചുപോയ അയാളോടടക്കം സഹായം തേടുന്ന കുട്ടിനെ കൊണ്ട CM, രോഗം മാറ്റിക്കൊണ്ട വീരാനൗലിയ എന്ന് പോലെ ഇതുപോലെ ഒരു മനുഷ്യൻ അള്ളഹാനോട് ചോദിക്കേണ്ട എന്തൊക്കെ ഉണ്ട്? രോഗം മാറ്റേണ്ടത് ചെങ്ങായിമാരെ അല്ലേനെ. ഇനിയിപ്പോൾ അയാളവിടെ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ചികിത്സയാണ് തേടുന്നത്. ഡോക്ടർക്ക് വൈദ്യം അറിയാം, അല്ലെങ്കിൽ ആ ഒരു ചികിത്സാ സംവിധാനം അറിയാം. അതുകൊണ്ട് മൂപ്പരടുത്ത് പോകണു, എനിക്ക് പനിയാണെന്ന് പറഞ്ഞാൽ ചുമയാണെന്ന് പറഞ്ഞപ്പോൾ നല്ല ചുമയുണ്ട്, ഞാൻ ചിലപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോയേക്കാം, ചുമയുണ്ട്, അപ്പോൾ വല്ല സിറപ്പും തരും. ആ സിറപ്പ് കുടിച്ചാൽ ആ സിറപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തി, നമ്മുടെ ആമാശയത്തിലെത്തി രക്തത്തിൽ കലർന്ന് എന്താണ് ചുമയ്ക്ക് കാരണമായത്, ആ കാരണം എന്താണെന്ന് മനസ്സിലായി അതിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ആത്യന്തികമായിക്കൊണ്ട് അവിടെ അള്ളാഹുവാണ് അത് ശരിപ്പെടുത്തേണ്ടവനും സുഖപ്പെടുത്തേണ്ടവനും. അപ്പോൾ ഇയാൾ പറഞ്ഞത് അതിൽ ഒരടിസ്ഥാനമില്ല. ഉമ്മാനോടൊരു ഗ്ലാസ് വെള്ളം തരും ഉമ്മ, അല്ലെങ്കിൽ ഉമ്മ ചോരളമ്പി തരും ഉമ്മ, അല്ലെങ്കിൽ ഉമ്മ ഒരു ചായച്ചേരി ഉമ്മ എന്ന് പറയണതും CM കുട്ടിനെ കൊണ്ടാന്ന് പറഞ്ഞ ഒരുപോലെ ചേക്കായി തലയെ കെട്ടിയാൽ ആ തലയെ കെട്ടി അയച്ചിട്ട് തൊള്ളിത്തിരിക്കച്ച് ഇനി പറഞ്ഞു കേട്ടോളി നിങ്ങൾ. നമുക്ക് അടുത്ത ഇദ്ദേഹത്തിന്റെ 41 വയസ്സ് വരെ ഇദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ കേട്ടു നോക്കാം. ഒരു മൗലൂദിന്റെ ഒരു അക്ഷരം ഞാൻ പാടിയിട്ടില്ല. 41 വയസ്സ് വരെ ആയിട്ട് മൗലിദിന്റെ ഒരു വരിയും അദ്ദേഹം പാടിയിട്ടില്ല എന്നാണ് പറയുന്നത്. സ്വഹീഹുൽ ബുഖാരി വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒന്നും കൂടെ വ്യക്തം. കാരണം സ്വഹീഹുൽ ബുഖാരിയിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാതുൻ അന്ന മാ ഖാല വാഖിഉ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടി പുകഴ്ത്തുന്ന വരികളാണ്. ഒരു മിനിറ്റ് മൂല്യരെ തലേകെട്ടാ, ഇവിടെ ഇപ്പൊ പറഞ്ഞത് എന്താണെന്നറിയോ?
പറഞ്ഞ വിഷയം വിശദീകരിക്കുന്നതിന് മുമ്പേ ആ തഴവ ഉണ്ടല്ലോ, താഴെ ബുക്ക് എടുത്തിട്ട് എൻ്റെ കുടിയിൽ വിളിച്ച് ആദ്യം കത്തിക്ക്, ഇല്ലെങ്കിൽ എവിടെ വിളിച്ച് അവിടെ പോയിട്ട് അതൊക്കെ എടുത്തിട്ട് കത്തിച്ച് കളെ. കാരണം എന്താ, താഴെ പറഞ്ഞത് മൗലീദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ. ഈ മൗലൂദ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗലൂദ് പാടുക, എന്നിട്ട് അതിങ്ങനെ കഴിക്കലാണേ. അത് മുമ്പ് പതിവില്ലാത്തതാ, ഹിജ്റ 300 ശേഷം വന്നതാന്ന് താഴവ പറഞ്ഞു. താഴവല്ലെന്ന് പറഞ്ഞത് ഇപ്പം സഹീൽ ബുഖാരിയിൽ മൗലൂദാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ മൗലൂദ് സ്വഹാബാക്കളും കഴിച്ചതല്ലേ, താബീങ്ങളും കഴിച്ചതല്ലേ, താബീങ്ങളും കഴിച്ചതല്ലേ, അപ്പോൾ 3 നൂറ്റാണ്ടും കഴിച്ചതല്ലേ, താഴവ നുണയല്ലേ പറഞ്ഞേ. അപ്പോൾ ആദ്യം അങ്ങനെയാണെങ്കിൽ മൂപ്പര് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയട്ടില്ലേ. ആദ്യം താഴവടെ ആ ഗ്രന്ഥം കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ട് താഴവക്ക് 2 ലാനത്തും പറയാം. പ്രിയമുള്ളവരെ, അൻസാർ നന്മണ്ട എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് മൗലൂദ് ഓതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ 2008 വരെ അല്ലെങ്കിൽ 7 വരെയൊക്കെ മൗലൂദ് ഓതിയിരുന്ന ആളാണ്. മൗലൂദ് ഏതെങ്കിലും മൊയ്ലിയാക്കന്മാർ ഓതുമ്പോഴല്ല, അല്ലാതെ തന്നെ ഓതിക്കൊണ്ട് ഇറങ്ങിയിരുന്ന ആളാണ്. കുത്തുബിയത്ത് ഓതി ചൊല്ലിയിരുന്ന ആളാണ്. ഈ ജാറങ്ങളിലൊക്കെ പോയിരുന്ന ആളാണ്. എനിക്ക് അൻസാർ നന്മണ്ടനെ പോലെ പറയാൻ കഴിയില്ല. ഇനി 2007 അല്ലെങ്കിൽ 2010 ശേഷം ഞാൻ മൗലൂദ് വീണ്ടും അപ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ നമ്മൾ ഈർത്താക്കാബുത്തു അലൽ ഖത്താ എന്നൊക്കെ നമ്മൾ പാടലുണ്ട്. ആ ചൊല്ലലല്ല അൻസാർ നന്മണ്ട പറയുന്നത്. സലഫി ആദർശത്തിലുള്ള മാതാപിതാക്കൾക്ക് ജനിച്ച അൻസാർ നന്മണ്ട ഒരു വള്ള ചോറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രീതി കാംക്ഷിച്ചിട്ടോ ഏതെങ്കിലും പൊട്ടനും എഴുതിയത് പാടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, ചെല്ലിയിട്ടില്ല എന്ന് പറയുന്നത് അതുപോലും മനസ്സിലാക്കാൻ ഈ തലേക്കെട്ടിന് മനസ്സിലായില്ല. തലേക്കെട്ടാ കുറ്റം പറയൽ തുടങ്ങേ. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും അതുപോലെ സിഹാഹു സിത്തയിലും ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകളിലൊക്കെ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതൊന്നും അപ്പോൾ ഈ പറയപ്പെട്ട സൊഹൈൽ ബുഖാരി, സൊഹൈൽ മുസ്ലിം, ഇബ്നു മാജ, തിർമിദി, നസായി അതുപോലെ തന്നെ ഉള്ള മറ്റു ഗ്രന്ഥങ്ങളെല്ലാം അതൊക്കെ മൗലൂദ് കിതാബുകളാണ് അല്ലേ പൊട്ടോ? എന്ത് പോട്ടനാണ് പൊട്ടാച്ച് പറയുന്നത്? അതൊന്നും അദ്ദേഹം വായിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി നോക്കാം, അതാണോ അവിടെ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം വായിച്ചിട്ടില്ലാത്തത് എന്താണ്? ഈ പറയപ്പെട്ട സൊഹൈൽ മുസ്ലിമോ സൊഹൈൽ ബുഖാരിയോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട സിഹാഉൽ സിത്തയോ ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥം വായിച്ചിട്ടില്ല എന്നാണോ? ഏത് ഹദീസ് ഗ്രന്ഥത്തിലാണ് എന്നും പാടിയിട്ട് ചോറുന്നാളിനുള്ള പാട്ട് പാടല്, നിങ്ങൾ കൈമടക്കിനുള്ള പാട്ട് പാടല്? ഏത് ഇതിലാണ് നിങ്ങൾ അഷ്റഖ ബൈത്തിലുള്ള, ജാല മുഹമ്മദിലുള്ള, ബർസഞ്ചിയിലുള്ള, ബദർ മൗലൂദിലുള്ള, അതുപോലെ തന്നെ ഷറഫൽ അനാമിലുള്ള പിഴച്ച നുണകൾ, കഥകൾ, കെട്ടുകഥകൾ, പിഴച്ച വാദങ്ങൾ ഏത് ഗ്രന്ഥത്തിലുണ്ട് നിങ്ങൾ ഈ പറയണത്? മൊയ്ലേരെ നാണോ മാനോണ്ട് ചെങ്കാന്ന് തെളിയിക്ക്. പറയാം. ഒരാണ്ടിന് ഞാൻ പോയിട്ടില്ല. ഒരാണ്ടിനും അദ്ദേഹം പോയിട്ടില്ല എന്നാണ് പറയുന്നത്. പുന്നാര മൗലവി എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച പള്ളിയിൽ പോകാറില്ലേ? എന്താണ് ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിന്റെ ആണ്ടാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ആഴ്ചക്ക് മരിച്ചിരിക്കുന്നോ പൊട്ട? ഇതുപോലത്തെ ജാഹിലീങ്ങളാണല്ലോ ഈ തലീകട്ടന്മാര്. അപ്പൊ ആഴ്ചക്ക് മരിച്ചല്ലായിരുന്നോ അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം? ആണോ? ആഴ്ചക്ക് ആദം നബിയുടെ ആണ്ടാണ് എന്ന്. എന്നിട്ട് ആഴ്ചക്ക് പോയിട്ട് ഇജ്ജൊക്കെ പോയിട്ട് മരിച്ച ആളുകളുടെ ആണ്ട് നടത്തലുണ്ടല്ലോ, അവിടെ ചെല്ലണ മങ്കൂസ്, കൊങ്കൂസ്, മങ്കീസ് എന്നും പറഞ്ഞിട്ടാണോ അവിടെ നിങ്ങൾ ചെല്ലല്? ആണോ? അതോ നുബാത്തുൽ മിസ്രി ഏതോ പണ്ട് കാലത്ത് ചൊല്ലിയ കുത്തുബയാണോ? എന്നിട്ട് 2 റകഅത്ത് നിസ്കരിക്കലാണോ? എന്തൊക്കെയാണ് ഈ ചങ്ങായി പറയണത്? നിങ്ങൾ മരിച്ചോടത്ത് ആണ്ട്, ഇനിയിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞാൽ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആണ്ടും വരുന്നുണ്ടല്ലോ. ആ ആണ്ടിന് നിങ്ങൾ അവിടെ കുത്തുപാറയിലാണോ? ഇത് മശറ വിളിക്കുമല്ലോ. ആ മശറയൊക്കെ മറന്നുപോയി, കുറേ കാലമായി കേട്ടിട്ട്. അത് മാഷറ മുസ്ലിമീൻ റഹ്മത്തുള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളഹദീസും പൊള്ളഹദീസും ഇല്ലാത്ത കാര്യങ്ങളും വിളിച്ചു പറയലുണ്ടല്ലോ. അതേപോലെ ഒരു കുന്താൻ പിടിച്ച് വന്നിട്ട് അതാണോ ചെയ്യൽ? അത് നിങ്ങളെ നാട്ടിൽ കുറേ എണ്ണം മരിച്ചു പോകുമ്പോൾ നിങ്ങൾ മൗലൂദ് എല്ലാം ഇങ്ങനെ പോകുമല്ലോ. അത് 40-നോ അടിയന്തരത്തിനോ എന്ത് തേങ്ങാക്കൊലക്കോ ആയിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് ആണ്ടിന് മൗലൂദ് ഉണ്ടാവുമല്ലോ. നിങ്ങളിപ്പോൾ ഉറൂസ് എന്നാണ് അതിന് പറയലേ. ഈ അടുത്ത കാലത്ത് കൂറത്തങ്ങളെ ഉറൂസ് നടന്നല്ലോ, ആണ്ട് കൊല്ലം തികയില്. അവിടെ നിങ്ങൾ കുത്തുപാറയിലായിരുന്നു, എന്നിട്ട് 2 റകഅത്ത് നിസ്കരിച്ചില്ലായിരുന്നോ? ഒരാൾ എന്താണ് പറയണത് എന്നുള്ളത് മനസ്സിലാക്കാതെ ഈ ആളുകൾക്കിടയിൽ പൊട്ടത്തരം പറഞ്ഞിട്ടല്ലോ. എൻ്റെ പൊട്ടത്തരം ഒന്നുകിലോ പൊട്ടത്തരം മാറ്റും, അല്ലെങ്കിൽ പൊട്ടനാണെന്നുണ്ട് പ്രൂവ് ചെയ്ത് തരും. എൻ്റെ പൊട്ടത്തരം കേൾക്കാം. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബീവിയുടെയും ഒക്കെ ആണ്ടിൻ്റെ സ്മരണ പുതുക്കലാണല്ലോ എല്ലാ വർഷവും ബലിപെരുന്നാൾ എന്ന് പറയുന്നത്.
ആണോ സഹോദരന്മാരെ? ഈ തലയെക്കെട്ടിൻ്റെ താലികെട്ട് അയച്ചിട്ട് അതിനെ തൊള്ളി തിരികണ്ടേ? ഇല്ലേ? ഇത് സാധാരണ ഞാൻ പറയുന്നത് മൂല്യന്മാരെ നിങ്ങൾ ചെയ്യുന്നതാണ്. ഇത് കേൾക്കുന്ന ആളുകളെങ്കിലും ചെയ്യണ്ടേ? ഇത് യൂട്യൂബ് ചാനലിലാണ് തോന്നുന്നുണ്ട്. എപ്പോഴാണ് ഈ ചെങ്ങായിയുടെ പേരാച്ചെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ചെങ്ങായി ജോലി ചെയ്യുന്ന മഹലിലുള്ള ആളുകളെ ചിന്തിച്ചോളിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഹാജറ ബീവിയുടെയും ആണ്ടാണോ ഉറൂസ് എന്ന് പറയുന്നത്? ആണ്ടാണോ ഹജ്ജ് എന്നുള്ളത്? ഹജ്ജ് പെരുന്നാൾ എന്നുള്ളത് ആണോ? സത്യത്തില് ഹജ്ജാണ്. ഹജ്ജിനോടനുബന്ധിച്ചാണ് നമ്മൾ ആ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. അത് ഈ പറയപ്പെട്ട 3 ആളുകളുടെ ആണ്ടാണോ? എന്താണ് നിങ്ങൾ ആണ്ട് എന്ന് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ചെങ്ങായിയെ? തലയെക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരക്കേട് എന്ന് മാത്രമാണോ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആണോ? പറ. നല്ല രസമുണ്ട് പൊട്ടത്തരം. ആദം നബി അലൈഹി സ്വലാമിന്റെ സ്മരണ. ആദം നബി അലൈഹി സ്വലാം അന്നാണ് ജനിച്ചത്. അതാ ഈ ചെങ്ങായി ഏതെങ്കിലും കുട്ടികളെ പഠിപ്പിക്കേണ്ടി ഞങ്ങളെ കുട്ടികളെ അവിടുന്ന് മാറ്റിക്കോളിട്ടോ. ഉള്ള കാര്യമാണ് പറഞ്ഞത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതല്ല പൊട്ടാ. തലയിൽ കെട്ടിന്ന് പറഞ്ഞിട്ടൊന്നും ബഹുമാനം കിട്ടൂല കേട്ടോ. വെള്ളി ഇട്ടെന്ന് പറഞ്ഞിട്ടൊന്നും ബഹുമാനം കിട്ടൂല. അന്തം കുന്തം വേണം. പ്രവർത്തനം ഏത് മേഖലയിലാണെന്ന് നോക്കുക. ആദം നബി ജനിച്ചതല്ല. ആദം നബിക്ക് ഉമ്മല്ല. ആദം നബിയെ പ്രസവിച്ചതല്ല. ജനിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കണം. ആദം നബിയും ഹവ്വ ഉമ്മയും നമ്മുടെ പൂർവ്വ മാതാപിതാക്കളായ ആദമോ ഹവ്വയും ജനിച്ചവരല്ല. ഓൽക്ക് ഉമ്മല്ല, വാപ്പല്ല. എന്താണ് ചെങ്ങായി ഇത്? ഇങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല സഹോദരന്മാരെ. ഈ വിവരക്കേട് ഒരാളെ കുറ്റം പറയണം എന്നാ പറയണതെങ്കിലും വല്ലതും വല്ല സത്യവും വേണ്ടേ? ഇല്ലേ? അന്നാണ് ആദം നബി അലൈഹി സ്വലാമിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ആ ദിവസത്തിന് ചില സ്പെഷ്യാലിറ്റി വെച്ചത് എന്ന് ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഏതാണ് ഹദീസ്? അനക്ക് നാണോ മാനോ ഊരും ജയിലുണ്ടിച്ചെങ്കിൽ പറയണം ഏതാണ് ഹദീസ്? അതായത് തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? ആദം നബിയുടെ ആണ്ടാന്നാ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ സാധാരണ ആണ്ട് നടക്കൽ എപ്പോഴാണ്? ആണ്ട് നേർച്ച, ആണ്ട് ഉറൂസ് എന്നൊക്കെ പറഞ്ഞ് നടക്കൽ എപ്പോഴാണ്? കൊല്ലം തികയുമ്പോൾ. ഏത്? മരിച്ചിട്ട് കൊല്ലം തികയുന്ന ആ സമയത്ത് ഇല്ലേ? ഇവിടെ പിന്നീട് പറഞ്ഞ എന്താണ്? ആദം നബി ജനിച്ചു എന്നുള്ള വിവരക്കേട് പറഞ്ഞു. ആദം നബി ജനിച്ചവനല്ലട്ടില്ലേ, സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആദം നബി പിന്നെ ജനിച്ച ദിവസമാണെന്നാ പറഞ്ഞത്. അപ്പോൾ മരിച്ചതും ജനിച്ചതും ഒന്നാണെന്നാണോ? ആണോ? ഇവിടുന്നൊക്കെ എന്തൊക്കെ കേട്ടിട്ട് ആ നുണയൊക്കെ ഇവിടെ വന്നിട്ട് യൂട്യൂബിൽ ഇരുന്നിട്ട് വിളമ്പണിന് കുഴപ്പമില്ല. നാണോ മാനോ ഇല്ലാതെ ഒരാൾ നടത്തിയ ദഅവത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ സത്യസന്ധമായ ആദർശപൂർണമായ ഒരു പ്രഭാഷണത്തിനടുത്ത് ഛന്ന ഭിന്നമാക്കി കട്ടുമുറിച്ചുകൊണ്ട് കീറി വലിച്ചുകൊണ്ട് ഒരാദർശവുമില്ലാതെ ഒരാശയവുമില്ലാതെ ഇതുപോലെ വിവരക്കേട് വിളമ്പുമ്പോൾ മുണ്ടാതിരിക്കാൻ കഴിയൂലട്ടോ. പറഞ്ഞു ചേച്ചി. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹദീസ് മാലിക് ഇമാമും അതുപോലെ തന്നെ അബൂദാവൂദും തിർമിദിയും നസായിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ ജന്മദിനമാണ് അന്ന്. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് സ്വഹീഹ് മുസ്ലിമിലും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പച്ചക്കളവ് 2-3 ഹദീസ് ഗ്രന്ഥങ്ങൾ പറഞ്ഞു. ഓരോ ഹദീസ് അനക്ക് ആംബിയർ ഉണ്ടെങ്കിൽ സ്വഹീഹായ കെട്ടിണ്ടാക്കരുത്. ഇത് അക്കല ബിത്തിഹാ ദഖൽ ജന്ന എന്ന് പറഞ്ഞു അത്ര പണ്ട്. അതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വത്തക്ക തിന്നാൽ സ്വർഗത്ത് പോകുന്ന എന്താണ് മൗദുവാണ്. അപ്പോൾ പറഞ്ഞൊരു സാധനമാണ്. അതേപോലെ വേറെ കുറേ ഹദീസുകളുണ്ട്. പ്രചാരം നേടിയ കള്ള ഹദീസുകളും വാറോലകളും ഒക്കെ ഉണ്ട്. അതൊന്നുമല്ല. സ്വഹീഹായ നിലക്ക് ഒരു ഹദീസ് അന്നയും കൊണ്ട് പറയാൻ അനക്ക് ആംബിയറിച്ച് പറയാം. ഇനി അടുത്ത കുറ്റം പറിച്ചിട്ട് കേട്ടോക്കെ നമുക്ക്. മരിച്ചൊരാളുടെ തലക്കും ഭാഗത്തു നിന്ന് ഒരു യാസീൻ പോട്ടെ ഒരായത്ത് ഞാൻ ഓതിയിട്ടില്ല. മറ്റൊരു മഹത്വം മരിച്ചൊരാളുടെ തലക്കും ഭാഗത്ത് നിന്നുകൊണ്ട് യാസീൻ പോയിട്ട് ഒരായത്ത് പോലും ഓതിയിട്ടില്ല എന്നാണ്. അഥവാ മൗലവി ഒരു മയ്യത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടില്ല എന്ന് വേണം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ മരിച്ച മയ്യത്തിന്റെ തലഭാഗത്തും അതുപോലെ മയ്യത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് മയ്യത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് മയ്യത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഫാത്തിഹ ഓതുന്ന പരിപാടിയാണല്ലോ മയ്യത്ത് നിസ്കാരം എന്ന്. ഒരു മിനിറ്റ് വിവരക്കേട് പറയുകയാണെങ്കിൽ ഞാൻ വെറും പൊട്ടനാണേന്ന് വിളിച്ചു പറയുന്ന പോലെയാകരുത്. ഇവിടെ മയ്യത്തിൻ്റെ അടുത്ത് ഓതിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്ന മയ്യത്ത് നിസ്കാരം, ജനാസ നമസ്കാരം അതിൽ റസൂലുള്ള ഓതിയിട്ടുണ്ട്, സ്വഹാബത്ത് ഓതിയിട്ടുണ്ട്. റസൂലുള്ള വഫാത്തായപ്പോൾ റസൂലുള്ളാൻ്റെ തലക്കും ഭാഗത്ത് നിന്നിട്ട് ഓതിയിട്ടുണ്ട്. എന്നാൽ പൊട്ടൻ മൗലിയരെ നിങ്ങളും മുസാഫ് കൊടുത്തിട്ട് ദർസ് പഠിക്കുമ്പോൾ അപ്പോൾ ദർസ് എന്നൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കൈമടക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ മുസാഫ് കെട്ടിയിട്ട് നടക്കുമല്ലോ. അല്ലെങ്കിൽ ആ തലക്കും ഭാഗത്ത് പോയിട്ട് അങ്ങോട്ട് ഇരുന്നതിന് ശേഷം കൊണ്ടരി മുസാഫ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമല്ലോ. മയ്യത്തിൻ്റെ തലക്കും ഭാഗത്ത് മയ്യത്തിൻ്റെ കാലും ഏത് നിസ്കരിക്കുമ്പോഴല്ല, മയ്യത്ത് നിസ്കരിക്കുമ്പോഴല്ല, അല്ലാണ്ട് നിങ്ങൾ ഖുർആൻ പാരായണം നടത്തലുണ്ടോ? അതിനെന്താ തെളിവ്? ഈ പറയപ്പെട്ട ഈ ഖുർആൻ പാരായണം തന്നെ
ഖബറിൻ്റെ അവിടെ പോയിട്ട് കത്തപ്പര കെട്ടിയിട്ട് നിങ്ങൾ ചെല്ലലുണ്ടല്ലോ, അതിനെന്താ തെളിവ്? ഇസ്ലാമിൽ അതിന് യാതൊരു തെളിവുമില്ല. സ്വഹാബത്തിന് ആർക്കും അത് പരിചയമില്ല. റസൂലുള്ള, സ്വഹാബത്തെ കിറാമ്, താബേയങ്ങൾ, തബൗ താബേയങ്ങൾ ഇവരെല്ലാം വഫാത്തായി പോയിട്ടുണ്ട്. ഓലും മരിച്ചപ്പോൾ മയ്യത്ത് നിസ്കാരത്തിൽ ഓതുന്ന കഥയല്ല ചെങ്ങായേ അൻസാർ നന്മണ്ട പറഞ്ഞത്. അതെനിക്ക് മനസ്സിലാകാനിട്ടല്ല, ഇജ്ജ് മനസ്സിലായിട്ടും പൊട്ടത്തരം പറയാണല്ലോ. നല്ല എളുപ്പോ യാക്കോബ് അന്ധവിശ്വാസികൾ തലയിലേറ്റ ഈ ചങ്ങായി എപ്പോഴാണ് ജോലി ചെയ്യണിച്ചെങ്കിൽ ഒന്ന് പോയിട്ട് ഒന്ന് ഉപദേശിച്ചു കൊടുക്കൊണ്ടു സഹോദരന്മാരെ. ബാക്കി പറയാം. മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അപ്പൊ അദ്ദേഹം ജീവിതത്തിൽ ഒരു മയ്യത്ത് നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല എന്ന് വേണം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏതെങ്കിലും ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജാഥ പോലെ തക്ബീർ ഞാൻ വിളിച്ചിട്ടില്ല. ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജാഥ പോലെ തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്നും വിളിച്ചിട്ട് ഇങ്ങനെ ജാഥ പോണ പോലെ ഒരു മയ്യത്തിന്റെ പുറകെ മൂപ്പര് പോയിട്ടില്ല. അത് ഇപ്പൊ ആരെവിടെ ചെയ്യില്ലെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ലോകത്തെ ഏതെങ്കിലും മുസ്ലിമീങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ജാഥ പോലെ ഇങ്ങനെ ഏതെങ്കിലും മയ്യത്തും കൊണ്ട് പോകലുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വല്ല സ്ഥലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ കമന്റ് ചെയ്യേണ്ടതാണ്. ആദ്യം ഞാൻ കമന്റ് ചെയ്യാം. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ടുള്ള മയ്യത്ത് കൊണ്ടുപോകലൊക്കെ നടന്നിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ മണ്ണിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നില്ല. അത് ഇപ്പോൾ ഇവിടെ പരാമർശിക്കേണ്ട ആവശ്യമില്ല. ഇനി മൊലിയർക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ആരാണെന്നുള്ളത് വീഡിയോ ഞാനാണ്ട് സെൻഡ് ചെയ്ത് തരാം. മൊബൈൽ നമ്പർ അയച്ചു തന്നോ. ഓക്കെ, ഈ വീഡിയോയിൽ എൻ്റെ മൊബൈൽ നമ്പറുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് ഒന്നൊന്നല്ല, പലയിടത്തും നടന്നിട്ടുണ്ട്. അതവിടെ വിട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞത് തക്ബീർ എന്നുള്ള ആ ഒരു വാക്ക്, തഹ്ലീൽ എന്നുള്ള ആ ഒരു കാര്യം പറയാൻ വന്നപ്പോൾ തക്ബീർ ആയിപ്പോയി. അതൊന്നും മാനിക്ക് ചെങ്ങായിയേ. ഇനി തക്ബീർ വിളിച്ചിട്ടില്ല, നിങ്ങൾ തക്ബീറും വിളിക്കലുണ്ട്, അത് പോട്ടെ. തഹ്ലീൽ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു നാണോമാനല്ലാണ്ട് വിളിച്ചറിയല്ലേ. ഇതിന് ഇസ്ലാമിൽ എന്താ തെളിവുള്ളത്? പുണ്യപ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വഹാബത്താരിലും പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രവാചകന്റെ ജനാസ എടുത്തുകൊണ്ടിട്ടില്ല, അവിടെ തന്നെയാണെന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജനാസ അവിടേക്ക് കൊടുന്നിക്കല്ലേ, ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരലേത്? ഏത് സ്വഹാബിയെ വിളിച്ചു പറഞ്ഞു കൊടുത്തത്? ഏത് സ്വഹാബിയാണ് അതിന് കോറസായിട്ട്? ഏത് സ്വഹാബികൾ അങ്ങനെ ലോ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയത്? തഹ്ലീലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. തക്ബീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണിത് ഇങ്ങനെ മറുപടി പറഞ്ഞത്? ഒരു വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലേ എൻ്റെ MP പോകണ എനിക്ക് വിഷയമല്ലായിരിക്കും. ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും മനസ്സിലാവണ്ടേ അല്ലേ? ഈ രൂപത്തിലൊന്നും അല്ലാണ്ട് കുറച്ചും കൂടി മാന്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് പാട്. അല്ലെങ്കിൽ എന്താ അറിയോ, ശ്രുതി തെറ്റും, താളം പോകും, സംഗതി വരൂല. പിന്നെ ആൾക്കാരില്ലേ എന്തെങ്കിലുമൊക്കെ പറയും. എന്തെങ്കിലും പറയില്ല, ഇന്നെ കൂടി പറയിപ്പിച്ചരുത്. മാനം മര്യാദക്ക് വീഡിയോ ചെയ്തോ. ഈ അന്തം കുന്തോലാണ്ട് വീഡിയോ ചെയ്തല്ലേ, അത് അതേപോലെ അങ്ങനെ തിരിച്ച് തന്നുകൊണ്ടിരിക്കും. ഏത് മൊയിലേരായാലും അല്ല, ഏത് ബീരാണ്ടി ആയാലും അല്ല. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോൻ്റെ പിന്നോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.